നമ്മുടെ ഒരു ദിവസം നല്ലതാക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അവർക്കും ജീവിക്കണ്ടേന്ന് വെച്ചാൽ ജീവിക്കണം. എല്ലാവർക്കും എല്ലാത്തിനെയും ഭയമാണ്. ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എവിടെ അത് കണ്ട് രസിച്ചിട്ടോ അവരെ ചൂട് ചായക്കൊക്കെ ഒരു കടി. ഈ കുട്ടികളെ ജീവിത രീതികൾ ഇപ്പം വിവാഹമേ വേണ്ട എന്നുള്ള സബ്ജക്റ്റാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരെ സ്വാതന്ത്ര്യം പോകണം, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റില്ല, അല്ലാതെ കല്യാണം കഴിക്കാതിരിക്കുക ഒരു പോംവഴിയേ അല്ലേ. അവരുദ്ദേശിക്കുന്നത് ഒരു കസ്റ്റമറെ കിട്ടി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ അവരെ. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ എന്താ ഒരു കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അരക്കപ്പ് അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ എടുത്താൽ മാത്രം മതിയാവും. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അരിപ്പൊടിയുടെയും വെള്ളത്തിൻ്റെയും അളവൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇത് എളുപ്പത്തിന് കുഴച്ചെടുക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കാരണം ഇത്രയും മാവല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. കൈ ഇച്ചിരി നനഞ്ഞ, അതായത് നല്ല വെള്ളത്തിൽ മുക്കിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി. നല്ല ചൂടാണ്, ചൂടോടുകൂടി തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചൂട് കാരണം കയ്യിലങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. അത് കാരണം കൈയൊന്ന് നനച്ചാണ് കുഴച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒന്ന് പരത്തി കൊടുക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. പരത്തി കൊടുത്ത ശേഷം ഒരു ബോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ശരിക്കും ഞാൻ ഇത് ഇൻസ്റ്റയിൽ കണ്ടതാണേ, പക്ഷേ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര സക്സസ് കേട്ടോ. എന്തോ ഒരു എളുപ്പമാണെന്ന് നോക്കി. അല്ലെങ്കിൽ നമ്മൾ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി എടുത്ത് കയ്യിലൊക്കെ ആക്കണമല്ലോ. ഇതങ്ങനെ ഒന്നും വേണ്ട, എളുപ്പം നമുക്കിത് റെഡിയാക്കാം. അപ്പം നിങ്ങളും ഇനി ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ ഒരു ടിപ്സ് അല്ലെങ്കിൽ ട്രിക്സ് ഭയങ്കര എളുപ്പമാണ്. അപ്പം ഞാനിത് ആവിയേറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ അഗാറയുടെ സ്റ്റീമറിലാണ് ആവിയേറ്റി എടുക്കുന്നത്. ഇതാകുമ്പോൾ എളുപ്പം പിന്നെ നമുക്കിത് സ്റ്റീമായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ബട്ടൺസ് പോലെയുള്ള സംഭവം നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് ഞാൻ ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഏത്തപ്പഴം നല്ലതുപോലെ ഒന്ന് പഴുത്തുപോയി. നമ്മൾ ഈ ചിലപ്പോൾ ഏത്തപ്പഴമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ, പെട്ടെന്ന് അങ്ങ് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പഴുത്തു പോകും. അപ്പം പിന്നെ എന്തെങ്കിലും അതിന് തക്ക റെസിപ്പി ഉണ്ടാക്കാമെന്നും വിചാരിക്കും. അപ്പോൾ ഏത്തപ്പഴം ഞാൻ ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത്. അപ്പം ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവോ കണക്കോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് ഈ വറുത്ത അരിപ്പൊടി തന്നെ 2 ടേബിൾ സ്പൂൺ ഇതുപോലെ എന്നിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. കട്ട കെട്ടാതെ വേണം നമ്മളിത് കലക്കിയെടുക്കാനുള്ളത്. അപ്പോൾ വെള്ളം വേണം തോന്നിയാൽ കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് തന്നെ നമ്മളിത് കലക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചറൊക്കെ ആകെ മാറിപ്പോവും, പിന്നെ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വച്ചതിലേക്ക് 2 ടേബിൾ സ്പൂണും പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിള വന്ന ശേഷമാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് ഇന്നിപ്പം ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പം ഏത്തപ്പഴം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഇതിനിടയിൽ നമ്മളുടെ ബട്ടൺസ് എല്ലാം നല്ല രീതിയിൽ അത് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ, ഇതാ ഞാൻ പറഞ്ഞ പെട്ടെന്ന് റെഡിയാവുന്നു. അപ്പം ഏത്തപ്പഴം നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ, പിന്നെ നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മളുടെ പഴവും റെഡിയായതിലേക്ക് നമുക്ക് ഈ ബട്ടൺസ് നമ്മൾ ആവിയേറ്റിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഈ അരിപ്പൊടി കലക്കിയതുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കട്ട ഒന്നും ചെയ്യത്തില്ല, നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇതിന് നല്ല ഒരു കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴേക്ക് സംഭവം റെഡിയാവും കേട്ടോ.
അപ്പോൾ ഏത്തപ്പഴം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണിത്. ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് രീതിയിലുള്ളതൊക്കെ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഏത്തപ്പഴത്തിന് മധുരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വെറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്തുള്ളൂ. ഇനി പഞ്ചസാര വേണ്ടാന്ന് തോന്നിയാൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ അതാ ഞാൻ ലാസ്റ്റ് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏലക്കാപ്പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലർക്ക് ഏലക്കയോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ദാ ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇരിക്കും തോറുമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പം ഞാൻ അടച്ച് ഒന്ന് മാറ്റി വെക്കാണ്. അപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പൊന്ന് മാറ്റി ഇതാകണ്ട, ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്റ്റൂ ആണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ കഴിയുമ്പോഴേക്ക് ശരിക്കും നല്ല ഒരു ആ ഏത്തക്കായുടെ കളറിൽ കിട്ടും നമുക്ക് ഈ സ്റ്റൂ എന്ന് പറയുന്നത്. സൂപ്പറാണേ. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്ക് കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എങ്കിൽ പിന്നെ അത് ഇന്ന് കറിയാക്കി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും എടുക്കാം, അതല്ല ലഞ്ചിന് വേണമെങ്കിലും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ സവാള ഒരു 3 സവാള സ്ലൈസ് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ച് കൊടുക്കണം. അപ്പം ചിലതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഈ രീതിയിൽ ചതച്ചെടുക്കുന്നതിനായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ചിലത് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം ഇതാ ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് ഉലുവയൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ സ്റ്റൂ ഉണ്ടാക്കിയില്ലേ, ഇപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഈ രീതിയിൽ തന്നെയാണോ ഇന്നിപ്പോൾ ഞാൻ കാണിച്ച രീതിയിലാണോ സ്റ്റൂ ഉണ്ടാക്കുന്നത്, അതെ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമോ, പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാണ് പറയണത് ഒക്കെ പറയൂ കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനേ. കറിവേപ്പിലയൊക്കെ നമ്മൾ കറികളിൽ ഇടുമ്പോൾ പ്രത്യേക മണവും പ്രത്യേക രുചിയും ആണ് കിട്ടുന്നത്. പെട്ടെന്ന് റെഡിയായി മൂടി വെച്ച് കൊടുക്കാനേ. ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളൊക്കെ ഒരു ടെൻഷനാണ് അല്ലേ. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് വഴണ്ടി കിട്ടാൻ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പം അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് അത് വാടി കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് വീണ്ടും നമുക്കിതിലേക്ക് ഇളക്കിയ ശേഷം ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ നമ്മളുടെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഒട്ടും ഇപ്പം വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല. ഇനി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് പ്രത്യേകിച്ചൊരു അളവും കണക്കൊന്നുമില്ല. നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഈ സവാളയുടെയൊക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീനായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുന്ന ഒരു മീനാണ് അല്ലേ, മത്സ്യമാണ്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് ഇത് ചേർത്ത് കൊടുത്തത്. വലുതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച ശേഷം മൂടി വെച്ച് കൊടുക്കാനേ. പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ മൂടി മാറ്റിയപ്പോഴേക്കും തക്കാളിയിൽ നിന്ന് ചാറൊക്കെ ഊറി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചാറുള്ള തക്കാളി തന്നെയായിരുന്നു. എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു തുള്ളി വെള്ളം നമ്മൾ ഈ ഒരു റോസ്റ്റിലേക്ക് ചേർക്കത്തില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാൽ ഈ റോസ്റ്റ് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടം ആണെന്നുള്ളവർക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ മൂടി വെച്ച് കൊടുത്തു. ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പ് മാറ്റി ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ അടിപൊളി നമ്മളുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൊറോട്ടയോ ഇനി നെയ്ച്ചോറോ സാധാ ചോറോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കിഡു ഐറ്റമാണ് കേട്ടോ. സിമ്പിളല്ലേ. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇതുപോലെ ഒന്ന് വെതറിയ ശേഷം ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണേ.
നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ വന്നിട്ടും കുറച്ച് ദിവസമായി. എന്ന് വെച്ചാൽ അതിൻ്റെതായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലല്ലേ ഇരുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് മനസ്സിന് നല്ലൊരു സുഖം വരുമ്പോഴാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ചിന്തകളൊക്കെ നല്ല ചിന്തകളായിരിക്കണം, നല്ല നടക്കത്തുള്ളൂ. രാവിലെ ചിലർ പറയില്ലേ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന കാര്യം, ചിലരൊന്നും ഞാൻ തന്നെ പറയാറുണ്ട്. നമുക്ക് നല്ല ചിന്തകൾ അല്ല നല്ല പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോഴേക്കും അങ്ങനെ വരും. ഇത് നമ്മുടെ സൽമാനാണ് ഈ സ്റ്റൂ ഇഷ്ടം. ഇത് കണ്ടാൽ നമ്മളെ നെയ്യോ അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒന്നും ഇട്ടിട്ടില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. സൽമാനാണ് ഈ ഏത്തപ്പഴ സ്റ്റൂ ഇഷ്ടം. ഇപ്പൊ നിസാറിക്കാക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചേർക്കാം. നമ്മള് ഇവിടെയൊക്കെ ആണെങ്കിലേ ഇടിയപ്പത്തിന്റെ കൂടെ അല്ലെങ്കിൽ പത്തിരിയുടെ കൂടെയൊക്കെ നമ്മൾ ഈ ബോളിയിൽ പായസം ഒഴിച്ച് കഴിക്കത്തില്ലേ, അതുപോലെ നമുക്ക് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. വലിയ ചെലവൊന്നുമില്ല. പക്ഷെ തേങ്ങാപ്പാലും പഴവും ചെലവില്ലേ, ഏത്തപ്പഴത്തിന്റെ ചെലവില്ലേ? അല്ല, ഏത്തപ്പഴം ഇന്നലെ ഞാൻ നോക്കിയപ്പം പഴുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ച സമയം ഇത് ഒന്നിച്ച് പഴുത്തു പോയി. നമ്മൾ യഥാർത്ഥത്തില് ഒരു കിലോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാരും എടുക്കുവാണെങ്കിൽ തീരും അല്ലേ. ഇവിടെ പിന്നെ അങ്ങനെ വലിയ ഏത്തപ്പഴം കഴിക്കുന്ന ആൾ നിസ്സാറിക്കാനുള്ളത് കേട്ടോ. പിന്നെ നമ്മളുടെ ഷോർട്ടിന്റെ റെസിപ്പികളിലൊക്കെ ഞാൻ ചേർക്കാൻ അപ്പൊ പലതും തോന്നും ഇതൊക്കെ ഇവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ തോന്നും. അതൊക്കെ എവിടെയെങ്കിലും എത്തിക്കും കേട്ടോ, കൂടുതൽ ഉണ്ടാക്കുന്ന ദിവസങ്ങളില്. പിന്നെ അങ്ങനെയൊക്കെയാണ് പോണത്. പക്ഷെ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നേ, അതുപോലെ ചൂടും ഉണ്ടായിരുന്നു കേട്ടാ. ഭയങ്കര ചൂടല്ലേ. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് മാത്രമാണോ ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടെ, നാട് എവിടെയാണെന്നും അവിടെ മഴയുണ്ടെന്നും മഴ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അതൊക്കെ ഒന്ന് പറയും. നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഭയങ്കര വെയിലും നല്ല ചൂടുമാണ്. രാവിലെ എന്താണല്ലോ ശീലങ്ങളൊക്കെ പറ്റി പറഞ്ഞതല്ല, സ്വഭാവം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. രാവിലെ അത് ഭയങ്കര വെച്ച് വേദവാക്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമെന്ന് തോന്നില്ല. അങ്ങനെയല്ല, നമ്മള് നല്ല നല്ല കാഴ്ചകൾ കാണണം, നല്ല നല്ല കേൾവികൾ കേൾക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസം നല്ലതാക്കാൻ. നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ചുറ്റുമുള്ളവരും കൂടി വിചാരിക്കുമ്പോഴേ നമ്മള് ചുറ്റുപാട് എങ്ങനെ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് പറയാം. അങ്ങനെ പണ്ടൊരു മഹർഷി പറഞ്ഞ കഥ അറിയാലോ എനിക്ക്. എന്താണ്? നല്ല നല്ല ചിന്തകളാണ് നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. നല്ല ശീലങ്ങളാണ് എന്താ സ്വഭാവം എന്തായിട്ട് മാറും? പ്രവൃത്തിയായിട്ട് മാറും. പ്രവൃത്തി എന്തായിട്ട് മാറും? നമ്മളെ പ്രവൃത്തിയാണ് നമ്മളാ മാറ്റുന്നത് അല്ലേ. അത് നമ്മൾ അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകൾ മാറും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ചുറ്റുപാട് ഓരോരുത്തരും ചിന്തിക്കുമ്പോഴാണ് മാറുന്നത്. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു, നീ ചിന്തിക്കുന്നു, അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കുമ്പോഴാണ് ഒരു സമൂഹം. ഓരോ വീടുകളിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓരോ കാര്യം ഞാനിത് ഒന്ന് പറയാൻ വേറെ ഒന്നുമല്ല സമയം. ഓരോരുത്തരെയും ചിന്താഗതി വ്യത്യാസമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം പട്ടികളെ കേസ് തരാം. നമ്മുടെ ചുറ്റുപാട് എത്ര പട്ടികളുണ്ട്. ഇപ്പൊ എല്ലാരും നമ്മളെ ഗ്രൂപ്പിലൊക്കെ വലിയ ചർച്ചകളൊക്കെ നടത്തും. പക്ഷെ പ്രവൃത്തിയിൽ കൊണ്ടുവരാനായിട്ട് പട്ടികൾ എന്ന് പറയല്ലേ, നായ്ക്കൾ ശരി പിൻവലിച്ചേ. ആരും അതിന് പിന്നെ പട്ടിയാക്കരുത്. അപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തറിയാം, ഇപ്പൊ ഈ അടുത്ത കാലത്ത് 2 കുട്ടികൾ ഒന്നും അറിയാത്ത 2 അല്ല, നമ്മൾ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം എന്തോ ഒരു ടോക്കിൽ ഇതുപോലെ പറഞ്ഞപ്പോഴേക്ക് കുറച്ച് പട്ടിപ്രേമികൾ വന്നു, നായ്പ്രേമികൾ വന്നിട്ട് അടിയിൽ കമന്റ് ഇട്ട് അത് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല, അതിനും ജീവിക്കണ്ടേന്ന് പറഞ്ഞു. ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വീട്ടിലെ കുഞ്ഞിന് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള മക്കൾക്ക് ഇതുപോലെയുള്ള അവസ്ഥകൾ വന്നാൽ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അപ്പൊ അവർക്കും ജീവിക്കണ്ടേന്ന് ചോദിച്ചാൽ ജീവിക്കണം. ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ റോഡിലൊക്കെ നായ്ക്കൾ അലഞ്ഞ് നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കാണാറുണ്ടോ? അപ്പൊ അവിടെ ഉള്ളവർക്കൊക്കെ കമന്റ് ചെയ്താലോ. ഇതുപോലെ കുട്ടികളെ വന്ന് കടിച്ച് പറിച്ച് ഇടുന്നത്, കടിച്ച് വലിച്ച് പിച്ചി ചീന്തി ഇടുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാത്തിനെയും ഭയമാണ്. ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇതുപോലെ കുറച്ച് പേര് ആൾക്കാരെ വന്ന് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിൽ മാറേണ്ട രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് മാത്രമല്ല സമയം ഓരോ കാര്യങ്ങളിലും നമ്മൾ ആർക്കും പ്രതികരിക്കാൻ ഒരു പേടിയാണ്, ഭയം.
ഇപ്പൊ പറഞ്ഞത് എല്ലാവർക്കും ഇപ്പൊ നമ്മൾക്കൊക്കെ പറയണമെങ്കിൽ ഒരുപാട് ഇതെന്നല്ല പല നായികളെ ഇപ്പൊ നമുക്കിപ്പം അവർ ഒരു ജീവിയാണ് നമുക്ക് സമ്മതിക്കാം. പക്ഷെ ഇവർക്ക് വേറെ ഏതെങ്കിലും രീതി ഗവൺമെന്റിനൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെ ഗവൺമെന്റ് ആകുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാം. ഈ വന്ധീകരണം എന്നൊക്കെ പറഞ്ഞത് അതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല. എപ്പോഴും തുടക്കത്തിൽ ഇപ്പോൾ 2-3 കുട്ടികൾ അടുപ്പിച്ച് ഇവിടെ എവിടെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ആക്ഷനാണ്. ഒരു പാലത്തിന്റെ കൈവരി ഇല്ലാതെ ഒരു ബസ് മറിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലം കൊണ്ട് പറയുന്നതായിരിക്കും. മറിഞ്ഞു കഴിയുമ്പോൾ അവിടെ ഉടൻ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ വന്നു. ഒരു ഗട്ടർ ഭയങ്കര വലിയ റോഡിന്റെ നടുവിലൊരു ഗട്ടറായിരിക്കും, ആരും തിരിഞ്ഞു നോക്കത്തില്ല. ആരെങ്കിലും അതിൽ പോയിട്ട് വീണ് മരിച്ചെന്ന് കരുതുക, ഓ പിറ്റേ ദിവസം എന്തോന്നാണ് കുറച്ച് ശാന്തക കുഴച്ച് ഈ ആക്ഷൻ നടക്കുന്നുണ്ടല്ലോ. ഈ ആക്ഷൻ നേരത്തെ നടക്കാത്തത് ഇവര് ഭരണകൂടം ഉള്ളതല്ല. അപ്പൊ അവര് എന്തെങ്കിലും പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുന്നില്ല. അവര് ബാക്കിയുള്ള ജനങ്ങൾ ചെയ്യുന്നുള്ള ധാരണയാണോ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ വേണമെങ്കിൽ നടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഒരു വീട് നന്നാകുമ്പോൾ ഒരു ഏരിയ നന്നാകുമ്പോൾ ഒരു സമൂഹം നന്നാവും എന്ന് പറയുന്ന മാതിരി ഓരോരുത്തരും ഈ അസോസിയേഷൻ ഉണ്ടല്ലോ, അവര് ഉറച്ച തീരുമാനം എടുക്കണം. ആ അസോസിയേഷനിൽ പോലും തീരുമാനങ്ങൾ എടുക്കാൻ പല താമസങ്ങളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ മുൻകൈ എടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സഹകരിക്കും. ഈ അസോസിയേഷൻ എടുത്ത് നോക്ക്, ഇവിടെ തന്നെ ഇഷ്ടംമാതിരി പട്ടികളുണ്ട്. രാവിലെ ഈ ആൾക്കാർക്ക് ആഹാരം കൊടുത്ത് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. രാവിലെ ഈ പൂച്ച ഈ കോഴിയുടെ കാലും ആഹാരം കൊടുത്ത് നമ്മൾ രാവിലെ പോണ സമയങ്ങളിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കുമ്പോഴല്ലേ ഈ പട്ടികൾ അവിടെ വരുന്നത്? അതാ സമയമാകുമ്പോൾ. അതില്ലാതെ വരുമ്പോ അവർക്ക് ആഹാരം കിട്ടില്ല എന്നാണ് വിചാരം. ആഹാരം ഉണ്ട്. ഞങ്ങളുടെ ഈ വീട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിൽ തന്നെയാണ് പട്ടികളുടെ വാസം കംപ്ലീറ്റ്. ഒരു രാത്രിയൊക്കെ ഞങ്ങൾ കിടക്കുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് അതിങ്ങനെ ഗേറ്റിന്റെ അവിടെ ഒക്കെ നിന്ന് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യും കേട്ടാ. പിന്നെ നമുക്ക് പേടിയാണ്. സന എത്രയുണ്ട് നിങ്ങൾക്ക് അറിയാലോ. അത് ആ പട്ടിക്ക് പിടിച്ചെടുക്കാൻ വലിയ താമസം വല്ലതും ഉണ്ടാവും. ഇങ്ങനെയുള്ള നമ്മുടെ സമൂഹം തന്നെയാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നതും ഒരു രീതിക്ക് അങ്ങ് വിടുന്നത്. നമ്മൾ ഇത് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ എന്ത് പറയും? കൗൺസിലർ പറയും അത് ഞങ്ങൾക്ക് വകുപ്പില്ല, കോടതി ഉത്തരവാണ്, അപ്പം കോടതി ഉത്തരവ് അനുസരിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നമ്മളെപ്പോലെയുള്ള സാധാരണക്കാര് നമുക്ക് കൗൺസിലറിന്റെ അടുത്തേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ അവിടെ ആ തലപ്പത്തിരിക്കുന്നവര് വേണ്ട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു ആക്ഷൻ. ഒരാൾ മാത്രം വിചാരിച്ച പോലെ പല ഏതായാലും പലര് വിചാരിക്കുമ്പോഴേ ഒരു കാര്യം നടപ്പാല. നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊക്കെ നിസ്സഹായ. ഇപ്പം തന്നെ ഈ മയക്കുമരുന്നിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, കുറെ കൊലപാതകവും മരണവും ഒക്കെ ഉണ്ടായ ശേഷം ഭയങ്കര പ്രചരണവും ടിവിയിലും കുറച്ച് കഴിയുമ്പോൾ അടുത്തത് വേറെ ഒരു ഇഷ്യൂ വരുമ്പോ അതിന്റെ പുറകെ പോകും. ഇതാണ് ജനങ്ങൾ. ഇപ്പം തന്നെ ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ പള്ളിയിൽ പോയിട്ട് രാവിലെ വരുമ്പോൾ ചെറിയ ചായക്കടയുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇന്ന് രാവിലെ ഒരു ചായ കുടിക്കാനൊക്കെ കയറാമെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സ്ത്രീ ഈ ലോ കോളേജിൽ എന്തോ പഠിക്കുന്നതായിരിക്കാം, ഒരു ആണും പെണ്ണും ഇരുന്ന് ചായ രണ്ടുപേരെയും ചായ ഇരിക്കുന്നുണ്ട്, രണ്ടുപേരും ഉമ്മ കൊടുത്തോണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് നോക്കിയാലേ ഇടവഴിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പം ഇത് കാണുവാണ്. ഈ ചൂട് ചായക്ക് ഒരു കടി സമയം അതല്ല രസം. ഇപ്പൊ ഇവര് ഈ പറയുന്നില്ലേ, ഇപ്പൊ നമ്മളിത് പറയുമ്പോൾ പറയുന്നത് എന്തോ അവർക്ക് പറ്റൂലേ, അവർ ചെയ്തുകൂടെ. ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം അതല്ല. നമ്മൾ ഈ കുട്ടികൾ പല നാടുകളിൽ വന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അവരെ മാതാപിതാക്കൾ ഇതൊന്നും കാണുന്നുമില്ല. അവർക്കുള്ള ഈ രീതി ഇങ്ങനെ പോകുമ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് പോകുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം കാര്യം ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് അവർ വേറെ എന്തെങ്കിലും വലിക്കാൻ കൊടുക്കും, അത് വലിക്കും, പിന്നെ അത് സ്വഭാവമായിട്ട് മാറും എന്നൊക്കെ തന്നെ സംഭവം. നമ്മൾ എല്ലാ കാര്യങ്ങളും ചുറ്റുപാടുകൾ വീക്ഷിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം സ്ത്രീ സ്വാതന്ത്ര്യവാദികളെല്ലാം വന്ന് നമുക്ക് പൊങ്കാലയിടും. അവർക്കെന്ത് നിന്നൂടെ ഇരുന്നൂടെ നിൽക്കാം. പബ്ലിക്കായിട്ട് വേണമെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ എപ്പോഴും നമ്മൾ വീടുകളിൽ നിന്ന് ഇപ്പം ശ്രദ്ധിക്കാൻ കാര്യം എന്താ അറിയാം, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഒരു സംസാരം ഉണ്ടായിരുന്നു നമ്മളെ പള്ളിയിൽ. ഈ കുട്ടികളെ ജീവിത രീതികൾ ഇപ്പം വിവാഹമേ വേണ്ട എന്നുള്ള സബ്ജക്റ്റാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. വിവാഹം വേണ്ട എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ പറയുന്നത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരെ സ്വാതന്ത്ര്യം പോകണം, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റില്ല, നമുക്ക് എവിടെ പോകാനും പറ്റില്ല, വരാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ആയി പോകുന്നൊക്കെ ഉള്ള ഒന്നത്. രണ്ടാമത് അവർക്ക് സ്വന്തമായിട്ട് വിദ്യാഭ്യാസമുണ്ട്, ഏണിംഗ് ഉണ്ട്, എന്തിന് ഞാൻ ഒരുത്തൻ്റെ അടിമയായിട്ട് ജീവിക്കണം. പിന്നെ മൂന്നാമത്തത് പിന്നെ നമുക്ക് അവിടെ സ്വാതന്ത്ര്യം പോകുന്നുള്ളതാണ് മെയിൻ കാര്യം.
ഇതൊക്കെ എങ്ങനെ വരുന്നറിയാം, അവരെ ചുറ്റുപാടിൽ കാണുന്ന, ഓരോ വീടുകളിൽ കാണുന്ന, അല്ലെങ്കിൽ അവരെ ഇത് അടിച്ചമർത്തുന്ന കാണുന്ന, അങ്ങനെ കണ്ട് കേട്ട് വീടുകളിൽ നിന്ന് വളർന്നു വരുന്ന ചുറ്റുപാടിലുള്ള കുട്ടികളാണ് ഇത്തരത്തിൽ ചിന്തിക്കുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഒരു കൊച്ചു വളർന്നു വരുമ്പോൾ നമ്മൾ വീട്ടിൽ ഉള്ളവർക്ക് വേണം, അതായത് ഈ പാരന്റ്സിന് വേണം ബോധം ഉണ്ടാവേണ്ടത്. അവരുടെ മുമ്പിൽ വെച്ച് കിടന്ന് കലഹവും അട്ടഹാസവും മറ്റേ ആത്മഹത്യാ ഭീഷണിയൊന്നും മുഴക്കാണ്ട് ആ കൊച്ചിന്റെ മനസ്സിലിപ്പോ ഭയങ്കര ഒരു പോറലേൽക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ ആ കൊച്ചു വളർന്നു വരുമ്പം അതിന് നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്താനും ഉള്ള ഒരു ചുറ്റുപാട് നമ്മൾ പാരന്റ്സ് ഒരുക്കി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പൊ അതൊന്നും ഇല്ലാത്ത ഒരുപാട് വീടുകളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് പാരന്റ്സിനെ വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ വേറൊരിടത്തേക്ക് പോകുന്നത്. മാത്രമല്ല വിവാഹം വേണ്ടെന്ന് പറയുന്ന കാര്യവും, പിന്നെ വിവാഹം കഴിച്ച് നിർബന്ധിച്ച് വീട്ടുകാരൊക്കെ സെറ്റ് അറേഞ്ച് ചെയ്ത് കല്യാണം കഴിച്ചു വിട്ടാലും ഡിവോഴ്സ് കേസ് ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. ഒരു അഡ്വക്കേറ്റും ആ മീറ്റിംഗിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പുള്ളി പറയുന്നത് പുള്ളിയെടുത്ത് തന്നെ 10-12 കേസുകൾ, കല്യാണം കഴിച്ച് കുറച്ച് സമയങ്ങളേ ആയിട്ടുള്ളൂ, അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർക്ക് സ്വന്തമായിട്ട് എല്ലാം ജോലിയുള്ള സ്ത്രീകളാണ്. പക്ഷെ അവരൊക്കെ ചിന്തിക്കേണ്ടത് ഒരു കുടുംബം എന്ന് പറയുന്നത് അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. അവർ പെട്ടെന്ന് നോക്കുമ്പം നമ്മൾ ഇപ്പൊ പണ്ടുള്ളൊരു ഇത്രയും വർഷം 100 കൊല്ലമൊക്കെ ഒന്നിച്ച് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ല. അവർക്ക് പിന്നെ വേറെ പരാതിയല്ലോ ഇല്ല, അവർക്ക് പെണ്ണുങ്ങൾക്ക് ജോലി ഇല്ലായിരുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ജോലിയൊക്കെ വേണം ഇക്കാലത്ത്, വിദ്യാഭ്യാസം, രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റും. അത് ഒരു സത്യമാണ്. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി നിന്ന് ജീവിച്ചു കഴിഞ്ഞാൽ പറ്റും. അല്ലാതെ കല്യാണം കഴിക്കാതിരിക്കുക ഒരു പോംവഴിയേ അല്ലേ. കുട്ടികൾക്കൊക്കെ പറയാം അതൊരു പോംവഴിയല്ല. ഇപ്പോഴത്തെ രസത്തിനൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പിന്നെ വിചാരിക്കാം ഇങ്ങനെ ഒരു ബാധ്യതയൊക്കെ എടുത്തു വെക്കണോ, അവർക്ക് അവരുടേതായിട്ട് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇതിനൊക്കെ മറ്റൊരു വശം ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നതിലേ തുടങ്ങണം ചെറുത്. അല്ലാതെ നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. നമ്മൾ ചെറുപ്പത്തിലേ വേണം അവർക്ക് സ്നേഹവും ലാളനയും അവരെ കെയർ ചെയ്യുന്ന അവർക്കൊരു ബോധ്യവും. വരുന്ന മക്കള് നമ്മളെ വിട്ട് എവിടെയും പോവില്ല, ചുറ്റുപാടിലേക്ക് പോകത്തില്ല, ഒന്നും പോവില്ല. അത് അവർക്ക് തോന്നുന്ന കുഞ്ഞുങ്ങളിൽ പെണ്ണായാലും ആണായാലും അവർക്ക് തോന്നുന്ന അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവരെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധം ഉള്ള ഒരു കുട്ടികളും എവിടെയും പോകില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ നമ്മൾ ഈ കുട്ടി നമ്മളിവിടെ നമുക്ക് നമ്മുടെ കാര്യമല്ലേ പറയാൻ പറ്റും. 3 പിള്ളേരുണ്ടല്ലോ, അവരുടെ അടുത്ത് നമ്മൾ പറയും എന്ത് കാര്യവും നിങ്ങൾ തുറന്ന് സംസാരിക്കണം. അത് ചെറുപ്പത്തിലേ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഏത് കാര്യവും നമ്മളിപ്പോൾ കൂട്ടുകാരുടെ അടുത്തും അന്യൊരാളിൻ്റെ അടുത്തും അല്ല വീട്ടിൽ ഒരു അവർക്കുള്ള വിഷമങ്ങൾ പറയാനുള്ളത്. വീട്ടിൽ പാരന്റ്സ് ഉണ്ട്, അവരുടെ അടുത്ത് വന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം, അല്ലേ? അതില് നമുക്ക് അവര് പറയുന്ന കാര്യം കേൾക്കാൻ നമ്മൾ കൂട്ടാക്കണം, അവർക്ക് ഉള്ള വിഷമങ്ങൾ കേൾക്കാൻ നമ്മൾ കൂട്ടാക്കണം. അതിന് അവര് പറയുന്നതിന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മക്കളും എവിടെയും പോകത്തില്ല. ഇപ്പൊ അവരൊരാള് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചോദ്യം, അവരുടെ അടുത്ത് നമുക്ക് അത് ചോദ്യം ചെയ്യേണ്ടാണെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പോകണം. അപ്പോഴാ കുട്ടികളിൽ അവർക്ക് തോന്നും എന്റെ പാരന്റ്സ് അത്രയും എന്നെ കരുതലോടെ നോക്കുന്നുണ്ടല്ലോ എന്ന്. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാടടച്ച് ചെയ്തിട്ടൊന്നും ഒരു കാര്യം. ഈ കുട്ടികളൊക്കെ വഴിതെറ്റു എന്ന് പറയത്തില്ല, ഈ മയക്കുമരുന്ന് മറ്റും അതൊക്കെ ഒറ്റപ്പെട്ട കുട്ടികളാണ്. വെച്ചാൽ ഒരു ഏകാന്തമായിട്ട് ഇങ്ങനെ ആരും കൂട്ടാതെ, സ്നേഹം കൊടുത്താൽ, അല്ലെങ്കിൽ ആരും പറയാൻ ശ്രദ്ധിക്കാതെ, പറയുന്ന കേൾക്കാൻ പറ്റാതെ, അവരെ സങ്കടങ്ങൾ കേൾക്കാൻ ഇല്ലാത്തവരൊക്കെ വേണം ഇങ്ങനത്തെ ഒരു കൂട്ടുകെട്ടിൽ പോയി വെട്ടിപ്പോണം. അവിടെ പോകുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഒരു കസ്റ്റമറെ കിട്ടി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അവരെ സങ്കടങ്ങൾ കേൾക്കാനൊന്നുമല്ല. അവർ കൊടുക്കുന്ന ഒരു ഇത് കാണുമ്പോൾ ആ രസം തോന്നി അങ്ങനെ അതിൽ അടിമപ്പെട്ട് പോകണമാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാം, അവരൊക്കെ നമ്മളെ ഒന്നിച്ച് കൂട്ടുകുടുംബമായിട്ട് അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് സംസാരിച്ച് ഓപ്പണായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നിസാറിക്ക ഒരു വഴിക്ക്, ഞാൻ വേറൊരു വഴിക്ക്. നിസാറിക്ക പറയണത് ഞാനും കേൾക്കത്തില്ല, ഞാൻ പറഞ്ഞ നിസാറിക്കയും കേൾക്കാത്ത അങ്ങനെ ഒരു കുടുംബമാണെങ്കിൽ പിന്നെ അവിടെ തീർന്നില്ലേ? എല്ലാം തല്ലിപ്പൊഴിഞ്ഞ് ഞാൻ എന്റെ വഴിക്ക് പോകും, നിസാറിക്കയുടെ വഴിക്ക് പോകും. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറയും ഇതെന്തോന്ന് നിങ്ങൾ എന്തോന്ന് വീട്ടില് അങ്ങനെ ഒരിത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല കേട്ടോ. നമ്മൾ ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ നിസാറിക്കായി പിടിച്ചിരുത്തി എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പൊ നിസാറിക്ക ചിലപ്പോൾ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും.
അപ്പൊ ഞാൻ പറയും എനിക്ക് കേട്ടാ മതി, ഞാൻ എന്റെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാള് അല്ലേ, അത് കേൾക്കണം. അപ്പൊ കേൾക്കുമ്പോൾ നിസ്സാറിക്കൊക്കെ അതിന്റെ പരിഹാരം ഉണ്ടെങ്കിൽ നിസ്സാറിക്ക് അത് പരിഹരിച്ചു തരും. അപ്പം ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കണം, തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്തായാലും ഒരു കുഞ്ഞ് വളർന്നു വരുന്നത് മുതൽ കല്യാണം കഴിഞ്ഞ് പോയി, പിന്നെ അവരുടെ കുടുംബമായി അങ്ങനെ അങ്ങ് പോവുകയാണ്, മാല പോലെ അല്ലെ ഒരു ചെയിൻ മാതിരി ഇതങ്ങ് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്ന് നല്ല പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് പൈസയുടെ പുറകെ എന്നല്ല പറയുന്നത്, കുടുംബത്തിലെ ആ ഒരു ബാധ്യത കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ നിൽക്കുന്നവരുണ്ടാവും, നാട്ടില് അമ്മമാരായിരിക്കും അല്ലെങ്കിൽ ഉമ്മമാരായിരിക്കും മക്കളെ വളർത്തുന്നത്. അപ്പൊ അവിടെയൊക്കെ കുറെ അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നതായിട്ട് ഞാൻ എൻ്റെ അറിവിലുള്ള കുറച്ച് പേരെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്. അത് തെറ്റ് തന്നെയാണ് അല്ലേ, അമിത സ്വാതന്ത്ര്യം ആപത്തൊന്നില്ല. സംസാരിച്ചാൽ ഇങ്ങനെ വിഷയങ്ങൾ കൂടി കൂടി പോകും. പിന്നെ എനിക്ക് മതി, അത്രയും കഴിച്ചാൽ മതി. അതാണ് സംസാരിച്ചു പോയതാണ് പല പല കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം.